ഏതായാലും മഹേഷ്, നമുക്കറിയാം തുടക്കം തൊട്ട് തന്നെ തിരുവനന്തപുരത്തിന്റെ ഒരു അപ്രമാദിത്യം തന്നെയാണ് ഇത്തവണത്തെ മേളയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്നിപ്പോൾ അവസാന ദിവസം എത്ര ഐറ്റംസിലാണ് ഫൈനൽ നടക്കുന്നത്? ഏത് സ്കൂളാണ് മുന്നിലുള്ളത്? അമൃത, അതായത് ഈ തിരുവനന്തപുരം ഓവറോൾ കിരീടം നിലവിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞാണ്. 1810 പോയിന്റ് ആണുള്ളത്. പക്ഷേ ഇന്ന് നമ്മളൊരു ഫൈറ്റ് പ്രതീക്ഷിക്കുന്നത് പാലക്കാടും മലപ്പുറവും തമ്മിൽ അത്ലറ്റിക്സ് ട്രാക്കിൽ ഫീൽഡുമായി നടക്കുന്ന മത്സരങ്ങളാണ്. 16 ഫൈനലുകളാണ് ഇന്ന് അത്ലറ്റിക്സിന്റെ ട്രാക്കിലും ഫീൽഡിലുമായുള്ളത്. അതിൽ 400 മീറ്റർ ഫൈനലുകളുണ്ട്, 4x100 മീറ്റർ ഫൈനലുകളുണ്ട്. 190 പോയിന്റാണ് മലപ്പുറത്തിന് നിലവിലുള്ളത്, പാലക്കാടിന് 167 പോയിന്റ്. അപ്പോൾ വലിയ വ്യത്യാസമില്ല. അത് ഒരുപക്ഷെ 190ലേക്ക് എത്തണമെങ്കിൽ 2 റിലേ മത്സരങ്ങൾ ജയിച്ചാൽ 20 പോയിന്റ് വരും. പക്ഷെ അപ്പോഴും മലപ്പുറത്തിന് അനുകൂലമായ ചില ഘടകങ്ങളുണ്ട്. കുറെ കൂടി വ്യക്തമായി പോയിന്റ് നിലയെക്കുറിച്ച് എന്നോട് സംസാരിക്കാൻ നിതിൻ സേവർ കൂടി ചേരുകയാണ്. നിതിൻ, മലപ്പുറത്തിന് അനുകൂലമെന്ന് നമ്മൾ പറയുന്ന ആദിത്യ അജിയുടെ രണ്ട് നിലവിൽ പാലക്കാടിന് 167 പോയിന്റാണുള്ളത്, മലപ്പുറത്തിന് 190 പോയിന്റ് ഉണ്ട്. ഈ മലപ്പുറത്തിന് ശരിക്കും 200 പോയിന്റാണുള്ളത്. അതിൽ 10 പോയിന്റ് മത്സരഫലം തടഞ്ഞു വെച്ചതുകൊണ്ട് പിടിച്ചു വെച്ചത്. അതായത് ഈ പ്രായത്തട്ടിപ്പ് വിവാദവും മറ്റും വന്നതുകൊണ്ട് ആ മത്സരഫലം പൂർണ്ണമായും തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിൽ ആദിത്യ അജി, ആ മത്സരഫലത്തിന്റെ റിസൾട്ട് വരുമ്പോൾ ആദിത്യ അജിയുടെ പോയിന്റ് കൂടി മലപ്പുറത്തിന് ലഭിക്കും. അപ്പോൾ അത് 200 പോയിന്റിലേക്ക് എത്തും. കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെയായിരുന്നു. പാലക്കാടും മലപ്പുറവും തമ്മിൽ അവസാന ദിവസം വരെ വലിയ ഫൈറ്റാണ് നടന്നത്. അവസാന നിമിഷമാണ് മലപ്പുറം ഇത്തരത്തിൽ ഫോട്ടോ ഫിനിഷിലൂടെ പാലക്കാടിനെ മറികടന്ന് വിജയികളായത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഒരു ചെറിയ ലീഡ് മലപ്പുറത്തിനുണ്ട്. പക്ഷേ അത് ഒരു പൂർണ്ണമായും അവസാനം വരെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ വലിയ, പ്രത്യേകിച്ച് റിലേയിൽ 10 പോയിന്റാണ് ഒരു ഗോൾഡിനുള്ളത്. സാധാരണ വ്യക്തിഗത മത്സരങ്ങളിൽ 5 പോയിന്റ് ആണെങ്കിൽ റിലേയിൽ 10 പോയിന്റ് ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 2-3 റിലേയിൽ പാലക്കാടിനെ മറികടക്കാൻ സാധിച്ചാൽ, ഒരു പക്ഷേ മലപ്പുറത്തിനെ മറികടിക്കാൻ സാധിച്ചാൽ പാലക്കാടിന് മുമ്പോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 6 ഫൈനലുകളല്ലേ റിലേയിൽ? 6 ഫൈനലുണ്ട്. 400 മീറ്ററിൽ 6 ഫൈനലുകളുണ്ട്. ഹാമർ ത്രോ ഉണ്ട്, ഒരു ട്രിപ്പിൾ ജമ്പ്, 2 ട്രിപ്പിൾ ജമ്പ് ഉണ്ട്. ഇത്രയും മത്സരഫലങ്ങളാണ് ഇന്ന് നിലവിൽ ഇവിടെ വരാനിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് കൂടി വന്നാൽ സ്കൂളുകളിൽ ഐഡിയൽ കടകശ്ശേരി ഏതാണ്ട് കിരീടം ഉറപ്പിച്ചിട്ടുണ്ട്. നവാമുകുന്ദയാണ് രണ്ടാമതുള്ളത്. പക്ഷേ നവാമുകുന്ദ ഇനിയുള്ള മത്സരങ്ങളിലെല്ലാം ഗോൾഡുകൾ നേടുകയും ഐഡിയൽ കടകശ്ശേരിക്ക് ഒന്നും കിട്ടാതിരുന്നാൽ പോലും നവാമുകുന്ദ ഒരു പക്ഷേ മുന്നോട്ട് വരാനുള്ള സാധ്യത. ഈ 2 സ്കൂളുകളുടെ പ്രകടനം തന്നെയാണ് മലപ്പുറത്തിന് വലിയ ഗുണമായി. തീർച്ചയായും മലപ്പുറത്തിന്റെ പിന്നിലുള്ളത്, മലപ്പുറത്തിന്റെ പോയിന്റുകളിൽ ഭൂരിഭാഗവും നേടിയിരിക്കുന്നത് നവാമുകുന്ദയും ഐഡിയൽ കടകശ്ശേരിയും ചേർന്നാണ്. കഴിഞ്ഞ വർഷവും അങ്ങനെ തന്നെയായിരുന്നു. ഐഡിയൽ കടകശ്ശേരി ഒന്നാമതും നവാമുകുന്ദ രണ്ടാമതുമായിരുന്നു കഴിഞ്ഞ വർഷവും ഫിനിഷ് ചെയ്തിരുന്നത്. ഇത്തവണയും മലപ്പുറത്തിന്റെ കുതിപ്പിന് മുന്നിൽ ഈ 2 സ്കൂളുകളും തമ്മിൽ തന്നെയാണ്. മാത്രമല്ല ഇത്തവണ ഒരു വലിയ പ്രത്യേകത ഉള്ളത്, റെക്കോർഡുകളുടെ എണ്ണത്തിൽ ഒരു വലിയ മാറ്റം നമ്മൾ കാണുന്നുണ്ട്. കൂടുതൽ റെക്കോർഡ് മഴ പെയ്തു, റെക്കോർഡിന്റെ മഴ ചെയ്യും. അതായത് കഴിഞ്ഞ വർഷം അത്ലറ്റിക്സിൽ 8 റെക്കോർഡുകളും 3 റെക്കോർഡ് ബ്രേക്കിംഗ് പെർഫോമൻസുകളും വന്നത് കഴിഞ്ഞ തവണ. പക്ഷേ ഇത്തവണ അത്ലറ്റിക്സിൽ 11 റെക്കോർഡുകൾ ഇതുവരെ പിറന്നിട്ടുണ്ട്. 3 പേർ റെക്കോർഡ് മറികടക്കുന്ന പ്രകടനവും നടത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ 3 റെക്കോർഡ് അത്ലറ്റിക്സിൽ മാത്രം കൂടുതൽ വന്നിട്ടുണ്ട്. ഇനി അക്വാട്ടിക്സിലേക്ക് പോവുകയാണെങ്കിൽ കഴിഞ്ഞ തവണ 16 റെക്കോർഡുകളാണ് വന്നത്, 4 റെക്കോർഡ് ബ്രേക്കിംഗ് പെർഫോമൻസും. പക്ഷേ ഇത്തവണ അക്വാട്ടിക്സിൽ 27 റെക്കോർഡുകൾ വന്നിട്ടുണ്ട്. അതായത് റെക്കോർഡുകളുടെ എണ്ണം വലിയ തോതിൽ കൂടിയിട്ടുണ്ട് ഇത്തവണ അക്വാട്ടിക്സ്. നീന്തൽ മത്സരങ്ങളുടെ പെർഫോമൻസ് ലെവൽ കൂടുന്നു. തീർച്ചയായും ഈ നീന്തൽ മത്സരങ്ങളിലാണ് തിരുവനന്തപുരത്തിന്റെ ഏറ്റവും വലിയ ബാക്കപ്പ് ആയത്. ഒപ്പം തന്നെ ഈ നീന്തൽ മത്സരങ്ങളിൽ സ്കൂളുകളുടെ കാര്യം നോക്കുമ്പോൾ ആദ്യ 5-ലുള്ളതും തിരുവനന്തപുരത്തെ സ്കൂളുകൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി 8:30ക്കാണ് നമ്മുടെ 400 മീറ്റർ മത്സരങ്ങൾ തുടങ്ങുന്നത്. അപ്പം 400 മീറ്റർ അമൃത, സൈഫു, 400 മീറ്റർ മത്സരങ്ങൾ തുടങ്ങുന്നത് 8:30 മണിക്കാണ്. 9:40 മുതലാണ് 4x100 മീറ്റർ റിലേ ഫൈനലിൽ ഈ ട്രാക്കിലെ ഏറ്റവും അവസാന ഇവന്റ് ആണ്. ഏറ്റവും വാശിയേറിയ ഇവന്റ് എന്ന് പറയുന്നതും അത് തന്നെയാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന മലപ്പുറവും പാലക്കാടും നമ്മൾ ഇഞ്ചോടിഞ്ച് എന്ന് വെറുതെ പറയുന്നതല്ല, കേവലം 23 പോയിന്റിന്റെ വ്യത്യാസമാണ് ഇപ്പോഴുള്ളത്. ഒരു 2-3 റിലേ മത്സരങ്ങളിൽ പാലക്കാടിന് കുതിച്ചു കയറാൻ സാധിച്ചാൽ മലപ്പുറം താഴെ പോകും. അതല്ല, മലപ്പുറത്തിന്റെ കുട്ടികൾ 1-2 റിലേയിൽ കയറിയാൽ വീണ്ടും മലപ്പുറം ആധിപത്യം ഉറപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം, ഫൈറ്റ് തന്നെയാണ്. ഫോട്ടോ ഫിനിഷ് നമ്മൾ ഇവിടെ പലപ്പോഴും ട്രാക്കിൽ 100 മീറ്ററിൽ ഫോട്ടോ ഫിനിഷ് കണ്ടില്ലേ? അതിന് സമാനമായ രീതിയിൽ തന്നെയുള്ള സ്കൂളുകളുടെ പോരാട്ടം, ജില്ലകളുടെ പോരാട്ടത്തിലും. അപ്പോൾ അതാണ് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. 8:30ക്കാണ് സൈഫു, അമൃത ഫൈനൽ ഇവിടെ ആരംഭിക്കുന്നത് 400 മീറ്റർ. ഇന്ന് സമാപനമാണ്. പക്ഷേ അത്ലറ്റിക്സിൽ നിന്ന് തീപ്പാറും പോരാട്ടങ്ങളാണ്. 16 ഫൈനലുകൾ. ആ ഫൈനലുകൾ നിശ്ചയിക്കും അത്ലറ്റിക്സിൽ ആര് കപ്പ് കൊണ്ടുപോകണം. പക്ഷേ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഇപ്പോഴും തുടർച്ചയായി ഇത്തവണയും തിരുവനന്തപുരത്ത് വെല്ലാൻ